പ്രിയരെ കലാസ്നേഹികളെ, മനുഷ്യനുണ്ടായതിനു ശേഷം മുഖമുയർത്തിയ മാനത്തോട്ട് നോക്കാൻ പഠിച്ചത് മുതൽ ആകാശത്ത് തിളങ്ങുന്ന നക്ഷത്രങ്ങൾക്കും ചലിക്കുന്ന വസ്തുക്കളോടും എന്നും അവന് കൗതുകമായിരുന്നു. അമ്പരപ്പിക്കുന്ന ഒരു 500 ചോദ്യമെങ്കിലും ഒരു മരത്തിന്റെ കൊമ്പിലിരുന്ന് അവൻ ആലോചിച്ചിട്ടുണ്ടായിരിക്കണം. ആപ്പിൾ തലയിൽ വീണ ഐസക് ന്യൂട്ടൻ ബോയൻസി കണ്ടുപിടിച്ച ഗലീലിയോ ബോയൻസി കണ്ടുപിടിച്ചത് ഗലീലിയോ അല്ലല്ല. അത് ഏവനാവട്ടെ, ഇപ്പൊ നമ്മുടെ വിഷയം അതല്ല. ബക്കറ്റിൽ മുണ്ടില്ലാതെ കിടന്ന് യൂറേക്ക എന്ന് വിളിച്ചോടിയവൻ അടിസ്ഥാനപരമായി കണ്ടെത്തിയത് കപ്പൽ എന്ന വിപ്ലവത്തിന്റെ അടിത്തറയാണ്. ചരിത്രം എപ്പോഴും വഴിമാറിയത് സയൻസിന് മുന്നിലൂടെയാണ്. ഇത്തരം മഹത്തായ ചിന്തകൾ മൂലം ശാസ്ത്രം മനുഷ്യജീവന് നൽകിയ മുന്നേറ്റം ഒട്ടനവധിയും ഒരു കപ്പലിന്റെ തിന്നുകൊണ്ട് പറഞ്ഞു തീർക്കാൻ പറ്റാത്തത്രയും വിശാലവും വീണ്ടും വിശാലവുമാണ്. സുഹൃത്തുക്കളെ, ജ്യോതിശാസ്ത്രം ശാസ്ത്രമല്ല, അസിക്കപ്പെട്ടതെന്തോ അത് മാത്രമാണ് ജ്യോതിശാസ്ത്രം. സയൻസ് എന്ന ശാസ്ത്രവുമായി ഇതിന് രാഹുൽ ഗാന്ധിയും മഹാത്മാഗാന്ധിയും തമ്മിലുള്ള ബന്ധം പോലുമില്ല. കേവലം സമയത്തിന് വേണ്ടിയും വഴി കണ്ടെത്താനും എണ്ണിത്തിട്ടപ്പെടുത്തിയ നക്ഷത്രങ്ങളെ തിരിക്കാനായി കഥകൾ മെനഞ്ഞ മനുഷ്യൻ ഇന്ന് അന്ധവിശ്വാസത്തിന്റെ പടുകുഴിയിലാണ്. നിങ്ങൾക്ക് ഇനിയും കാരണം മനസ്സിലായില്ലെങ്കിൽ ഞാൻ വ്യക്തമായി പറഞ്ഞു തരാം. ആസ്ട്രോ ടോക്ക് ആപ്പില് ഡേറ്റ് ഓഫ് ബർത്ത് ആഡ് ചെയ്യുക, നല്ലൊരു അസ്ട്രോളജറിനെ കണ്ടിട്ട് ചെക്ക് ചെയ്യുക. കാശ് എപ്പോൾ വരും, എങ്ങനെ വരും, എവിടുന്ന് വരും, എന്തോരം വരും, കയ്യിൽ എണ്ണാൻ പറ്റാത്തത്ര കാശ് എപ്പോൾ വരും. ശാസ്ത്രം പുരോഗമിച്ചപ്പോൾ അന്ധവിശ്വാസങ്ങൾക്കും രൂപമാറ്റം വന്നിരിക്കുന്നു. ശാസ്ത്ര വളർച്ചയോടൊപ്പം അത് ഇല്ലാതാകുമെന്ന് കരുതിയ നമ്മൾ ഇന്ന് അന്ധവിശ്വാസം പോലും AI-യിലൂടെ പ്രചരിപ്പിക്കുന്നു. പൂർണ്ണമായും ടെക്നോളജിയിലും ശാസ്ത്ര സാങ്കേതിക വിദ്യയിലൂടെയും വളർന്നു വന്ന AI ടെക്നോളജികൾ പോലും നാളെ മുണ്ടെടുത്ത് ഷർട്ടിടാതെ കുറി തൊട്ട് അമ്പലത്തിന്റെ മുന്നിൽ പോയി തേങ്ങ ഉടക്കില്ലെന്ന് ആര് കണ്ടു? കർത്താവിന് കുരിശു വരക്കില്ലെന്ന് ആര് കണ്ടു? സ്വന്തമായി ചാർജ് കുത്തുമ്പോ ബിസ്മി ചൊല്ലി സ്വിച്ച് ഇടില്ലെന്ന് ആര് കണ്ടു? ഇനി നമ്മുടെ വിഷയം, ആ ചർച്ചാ വിഷയം നമ്മുടെ ചേച്ചി പറയും. ഞാൻ പറഞ്ഞതല്ല, ആസ്ട്രോടോക്ക് ആപ്പാണ് കാണിക്കുന്നത്. ഇപ്പൊ നമുക്ക് ആസ്ട്രോടോക്കിലൂടെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആസ്ട്രോളജേഴ്സിനെ അടുത്ത് സംസാരിക്കാൻ പറ്റും. ആദ്യം എനിക്ക് കുറെ ഡൗട്ട്സ് ഉണ്ടായിരുന്നു, ബട്ട് നൗ ഐ കംപ്ലീറ്റ്ലി ട്രസ്റ്റ്. ഇറ്റ്സ് പോസിബിൾ നിങ്ങൾ അടുത്ത 3 monthsനുള്ളിൽ നിങ്ങളുടെ ഡേറ്റിംഗ് ലൈഫ് തുടങ്ങാനും അത് കുറച്ച് ശക്തമായിട്ട് പോകാനും സാധ്യതയുണ്ട്. 5ാമത്തെ മാസത്തിനുള്ളിൽ ഹി മൈ പ്രൊപ്പോസ് ചെയ്യും. ശരിക്കും ആർട്ടിക്കിൾ 51AH അന്ധവിശ്വാസം ആപ്പിലൂടെ വില കൊടുത്ത് വാങ്ങുന്ന മനുഷ്യർക്ക് ജീവിക്കുന്ന രാജ്യത്തിലെ ഭരണഘടനയുടെ സയന്റിഫിക് ടെമ്പർ എന്നത് മനസ്സിലാകില്ല. പണം കൊടുത്താൽ പാദരാത്രിയിൽ പായസത്തിൽ പാഷാണം കലക്കി കൊടുത്ത് പിതാവിനെ കൊന്ന് കിഡ്നി അടിച്ചു മാറ്റുന്ന മനുഷ്യരുള്ള ഈ നാട്ടിൽ ആസ്ട്രോടാക്കൊക്കെ അരിയിൽ കിടന്ന കല്ല് മാത്രം. ഒരു കാലത്ത് പണം വാങ്ങി ബെറ്റിംഗ് ആപ്പ് പ്രൊമോട്ട് ചെയ്യലായിരുന്നു ഹോബി, അതായിരുന്നു ട്രെൻഡ്. അതൊരു പരിധിവരെ സോ കാൾഡ് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിൽ അടങ്ങി നിന്നതായിരുന്നു. പക്ഷേ 1-2 മെയിൻ സ്ട്രീം നായകന്മാർക്കും അപകടം പറ്റിയായിരുന്നു കേട്ടോ. ചലച്ചിത്രത്തിൽ അഭിനയിക്കുന്നവർക്ക് സമൂഹത്തിൽ ഒരു സ്വാധീനമുണ്ട്. അതിനൊരു പരിധിവരെ കാരണം നമ്മുടെ തലച്ചോറാണ്. ആരാധന മൂക്കുമ്പോൾ മണ്ണെണ്ണ ഒഴിച്ച് അണ്ണന് വേണ്ടി ചാവുന്നവരെ കണ്ടിട്ടില്ലേ? ആരാധന മൂത്തപ്പോൾ അണ്ണന് വേണ്ടി കൊലപാതകം ചെയ്തവരെ കണ്ടിട്ടില്ലേ? ആരാധകരെ കാരണം ആശ്ചര്യപ്പെടുത്തുന്ന ഒരു നാട്ടാമ്മന് നമുക്ക് കിട്ടിയില്ലേ? തിരുപ്പരംകുണ്ട്രം വിജയ്, തിരുമംഗലം വിജയ്, ഉസലപ്പട്ടി വിജയ്. ഞാനിന്ന് ഭയങ്കര ഹാപ്പിയാണ്. ഞാൻ പറഞ്ഞത് ആരാധകരെ ചോദിക്കാൻ ഈ സെലിബ്രിറ്റികൾക്ക് അനാവശ്യ കഴിവുണ്ട്. അന്ധവിശ്വാസവും ആരാധനയും രണ്ടല്ല. ആസ്ട്രോട്രോക്കിന്റെ അടിസ്ഥാനവും അന്ധവിശ്വാസം തന്നെയാണ്. അവയറിയാൻ ഇവിടെ ആർക്കാണ് താല്പര്യമില്ലാത്തത്? 5 രൂപ കൊടുത്ത 10 രൂപയുടെ ഫലം പറയുന്ന കാക്കാമാരൊക്കെ പോയി. കാലം വന്നപ്പോ അവരൊക്കെ കാട്ടിലേക്ക് പോയി. ഇനി ജ്യോതിഷം വീട്ടിലിരുന്ന് വിരലിലൂടെ പണം സമ്പാദിക്കാനുള്ള വഴി, പ്രണയം സാഫല്യമാക്കാനുള്ള കുരുട്ട് വഴി, പ്രശ്ന പരിഹാരത്തിൽ ഒരു കെണി. ഇത് പലവിധ മാരക ലഹരി. മദ്യവും മാടമ്പിത്തവും ലോട്ടറിയും പോലെ അന്ധവിശ്വാസവും ജ്യോതിഷവും ലഹരിയാണ്. സൗജന്യമായി വിളിച്ചു കയറ്റി സമ്പാദ്യം മുഴുവൻ അവർ കൊണ്ടുപോകും. കെണിയിലാക്കി നിങ്ങളെ കളിപ്പാട്ടം പോലെ അവർ ഉപയോഗിക്കും. സാമൂഹിക പ്രതിബദ്ധത ഇല്ലാത്ത ഇത്തരം പടുമരങ്ങളുടെ പാഴായി പോകുന്ന വാഗ്ദാനങ്ങളിലും പരിശുദ്ധി ഇല്ലാത്ത പ്രവൃത്തിയിലും വീണ് നിങ്ങളുടെ പണം പനയിൽ നിന്ന് വീണ പാക്ക് പോലെ ആക്കാതിരിക്കൂ സുഹൃത്തുക്കളെ. ഈസ്റ്റ് പോള്, നോർത്ത് പോള്, വെസ്റ്റ് പോള്, അമല പോള്. കാശ് എപ്പോൾ വരും, എങ്ങനെ വരും, എവിടുന്ന് വരും, എന്തോരം വരും, കയ്യിൽ എണ്ണാൻ പറ്റാത്തത്ര കാശ് എപ്പോൾ വരും, എല്ലാം നിങ്ങൾക്ക് അറിയാൻ പറ്റും. ആൻഡ് ദ മോസ്റ്റ് ഇൻട്രസ്റ്റിംഗ് തിങ് ഈസ്, ഇതിനൊന്നും ഒരു പൈസ പോലും കൊടുക്കണ്ട. ഫസ്റ്റ് ചാറ്റ് ഫ്രീ ആണ്. പിന്നെ ചുമ്മായിരുന്നാണ്. ആസ്ട്രോടോക്കിലൂടെയാണ് ഫിനാൻഷ്യൽ പ്ലാനിങ്. അംബാനിയുടെ അച്ഛനും ഇത് ഉപയോഗിച്ചിരുന്നെന്നും കൂടി പറയാതിരുന്നാൽ മതി നിങ്ങൾ. ഇത്തരം ആപ്പുകളെയും ആഡുകളെയും പ്രൊമോട്ട് ചെയ്യാൻ CR7 എങ്കിലും വാങ്ങിച്ച് കാണണം. എനിക്കറിയില്ല, ഞാൻ ഊഹിച്ചു പറഞ്ഞു. അറിഞ്ഞുകൊണ്ട് നിങ്ങൾ ജനങ്ങളെ ചതിക്കല്ലേ. ആവശ്യത്തിന് ആഡംബരം നിങ്ങൾക്കില്ലേ? ഇതിനൊക്കെ അറിഞ്ഞും അറിയാതെയും അപകടത്തിലാകുന്നത് സാധാരണക്കാരാണ്. ജ്യോതിഷം തെറ്റാണെന്ന് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് ആകാശം നോക്കിയാൽ മതി. അവിടെയാണ് ചോദ്യം. ആകാശത്തേക്ക് നോക്കുമ്പോൾ ആകാശമില്ല എന്ന് മനസ്സിലാക്കണം. ആന്തരികമായി ഭൂമി ഒരു വെറും പാറക്കഷ്ണമാണെന്ന് മനസ്സിലാക്കണം. 1000 പ്രകാശ വർഷങ്ങൾക്ക് അകലെയുള്ള നക്ഷത്രങ്ങൾ മരിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് പോലും നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല എന്ന് മനസ്സിലാക്കണം. ശരിക്കും സാധാരണക്കാരന്റെ വിവരമില്ലായ്മയെ മുതലെടുക്കുന്ന ഇവരൊക്കെ ഇല്ലേ ശരിക്കും വില്ലന്മാർ? അപർണ ബാലമുരളി അന്ന് പറഞ്ഞത് ഓർമ്മയുണ്ടോ? ഫിലിം ഷൂട്ടാന്നേ പറഞ്ഞിരുന്നുള്ളൂ, ഇതുപോലത്തെ ഫേക്ക് ടെസ്റ്റിമോണിയൽ ആഡ്സ് ആണെന്ന് അറിഞ്ഞിരുന്നില്ല.
I can't do this, sir. I'm sorry. I can't do fake testimonials. ഓ നമുക്കറിയാം. ആസ്ട്രോ ടോക്കിലെ ഡേറ്റ് ഓഫ് ബർത്ത് അടിച്ചു കൊടുത്തപ്പോഴത്തേക്കും നിനക്ക് മാത്രം അറിയുന്ന ഒരു സീക്രട്ട് അല്ലേ റിവീൽ ആയത്. അതുപോലെ നിന്റെ ലൈഫിലുള്ള എല്ലാ കാര്യങ്ങളും അവർ നീ ചിന്തിക്കുന്നതിന് മുന്നേ ഇങ്ങോട്ട് പറയും. ഈ നിഷ്കളങ്കമായ മുഖത്തേക്കൊന്ന് നോക്കണം. എന്താണ് ശരിക്കും ഇതിന്റെയൊക്കെ ആവശ്യം? ആവശ്യത്തിനപ്പുറം അനാവശ്യത്തിലേക്കുള്ള എത്തിനോട്ടം അത് അന്ധവിശ്വാസത്തെ പ്രൊമോട്ട് ചെയ്തുകൊണ്ടാകണോ? ഇവിടെ ഈ നിമിഷത്തിൽ ഒരു മഹാനായ വ്യക്തി തന്റെ ജീവിതത്തിൽ നിന്ന് എടുത്തു പറഞ്ഞ 1-2 വാക്കുകൾ ഇവിടെ എടുത്ത് ഉദ്ധരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. Remember, with great power comes great responsibility. Yes, with great power comes great responsibility. ഇത്തരം സ്യൂഡോ ആപ്പുകളെ പ്രൊമോട്ട് ചെയ്യുന്ന സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് ആയിക്കോട്ടെ, സിനിമാ നടന്മാരോ സിനിമാ നടിമാരോ ആയിക്കോട്ടെ, നിങ്ങൾക്കെല്ലാം സമൂഹത്തിൽ സ്വാധീനിക്കാനുള്ള കഴിവുണ്ട്. ആ കഴിവിനെ ദുരുപയോഗം ചെയ്യരുത്. നിങ്ങൾക്കുള്ളത് ഒരു ശക്തിയാണ്. ആ ശക്തിയോടൊപ്പം നിങ്ങൾക്ക് ഉത്തരവാദിത്വവും വരും. ശരിക്കും നമ്മൾ എങ്ങനെയാണ് ഇവരെ ഇൻഫ്ലുവൻസേഴ്സ് എന്ന് വിളിക്കുക? ഇനി ഇപ്പോൾ കണ്ടവരൊക്കെ റിയൽ ഇൻഫ്ലുവൻസേഴ്സ് ആണെങ്കിൽ, കാശിന് വേണ്ടി ഇത്തരം അന്ധവിശ്വാസങ്ങളെ പ്രൊമോട്ട് ചെയ്യുന്നവർ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരു ബാഡ് ഇൻഫ്ലുവൻസ് ആണ്. നോക്കൂ, നിങ്ങൾ ജ്യോതിഷത്തിലോ ഭാവിയിലോ ഭൂതത്തിലോ ഒക്കെ വിശ്വസിക്കുന്നവരാണെങ്കിലും ആസ്ട്രോ ടോക്ക് പോലത്തെ ഇത്തരം ആപ്പുകളിൽ കാണിക്കുന്നത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വെച്ചിട്ടുള്ള കാശ് പിടുങ്ങാനുള്ള കള്ളത്തരങ്ങളാണ്. ഇതിലെല്ലാം ഒരു കോമൺ സൈക്കോളജിയും കോമൺ പാറ്റേണും ഉണ്ടായിരിക്കും. 10 വയസ്സുള്ള ഒരു കുട്ടിയോടും 100 വയസ്സുള്ള ഒരു ചട്ടിയോട് ചോദിച്ചാലും കാണും ഒരു സങ്കടങ്ങളും സന്തോഷങ്ങളും പ്രശ്നങ്ങളും പരിഹാരങ്ങളും ഒക്കെ. ലോകത്തുള്ള എല്ലാ മനുഷ്യർക്കും ഏകദേശം ഒരുപോലെയൊക്കെ തന്നെയായിരിക്കണം. ഒരിക്കലും അതിസമ്പന്നരും അതീവ ജാഗ്രത പുലർത്തുന്നവരുമെന്നും ഇത്തരം ആപ്പുകളെയും ഇത്തരം ജ്യോതിഷന്മാരെയും ഒന്നും കണ്ണടിച്ച് വിശ്വസിക്കാനോ അവരുടെ സ്വാധീനത്തിൽ വീഴാനോ ഉള്ള സാധ്യതകൾ വളരെ കുറവാണ്. വെറും സാധാരണക്കാർ, കോട്ടയുള്ള നിക്കറും ബോർഡ് വന്ന് പല്ലുമായി നടക്കുന്ന വെറും സാധാരണക്കാരാണ് ലോട്ടറിയിലും ലേറ്റ് നൈറ്റ് സ്വപ്നങ്ങളിലും വിശ്വസിക്കുന്നത്. പ്രവചനങ്ങൾ ശരിയാക്കിയ ജ്യോതിഷിയേക്കാൾ പ്രവചനങ്ങൾ തെറ്റിച്ച ജ്യോതിഷികളായിരിക്കും കൂടുതൽ. കൃത്യമായി വരും വരായൊക്കെ പ്രവചിക്കാൻ കഴിവുള്ള മനുഷ്യർ മഹാത്ഭുതങ്ങളിൽ 8ാമതാണ്. നോസ്ട്രോഡാമസിന് പോലും തെറ്റി. പയ്യൂരിന്റെ വരെ നെറ്റി പൊട്ടി. ഐ മീൻ, എപ്പോഴെങ്കിലും മറിഞ്ഞു വീണപ്പോ നെറ്റി പൊട്ടി കാണുമല്ലോ. അതൊന്നും അങ്ങനെ പ്രവചിക്കാൻ പറ്റുന്ന കാര്യമല്ല എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതായത് നാളുകളും നാരങ്ങകളും നൂലുകെട്ടും 40ഉം ഒക്കെ വെറും ആചാരത്തിന്റെ ഭാഗമായി അവിടെ നിലനിന്നോട്ടെ. പക്ഷെ അത് നിങ്ങൾ പണം കൊടുത്ത് വാങ്ങുകയും നിങ്ങളുടെ കയ്യിലെ കാശ് മുതലാക്കി മനസ്സമാധാനക്കേട് വാങ്ങുന്നതും പണം കൊടുത്ത് മനസ്സമാധാനം വാങ്ങുന്നതിനും യാതൊരു ശാശ്വത പരിഹാരവും യാതൊരു തീർത്ത നിശബ്ദതയും ഇല്ല എന്ന് എന്റെ എല്ലാ സുഹൃത്തുക്കളോടും ഞാൻ ഒന്നുകൂടി ഓർമ്മിപ്പിക്കട്ടെ. ശരിക്കും ഈ ആപ്പൊക്കെ ഒരു ആപ്പാണ് ഗൈസ്. 1/2 മണിക്കൂറിന് രൂപ 5000 അങ്ങ് പോകും. പണം മേടിച്ച് പാവങ്ങൾക്ക് അന്ധവിശ്വാസം പ്രമോഷനായി കൊടുക്കുന്നവർക്കും പണം വാങ്ങിച്ച് സബ്സ്ക്രിപ്ഷനിൽ പല വർണ്ണങ്ങൾ കാണിക്കുന്നവർക്കും പൊതുവെ എന്തുതരം വ്യത്യാസമാണുള്ളത്? രണ്ടിലും അവസാനം മനസുഖം, രണ്ടിലും പോണത് പണമണം, രണ്ടിലും അമിതമായി പെട്ടൽ അടപടല് മദ്യം. സോ നിങ്ങൾക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിവുണ്ടെങ്കിൽ, നിങ്ങൾ പറയുന്നത് കേൾക്കാൻ ഒരു 10 പേരെങ്കിലും ഉണ്ടെങ്കിൽ, ദയവായി വളരെ ശ്രദ്ധയോടുകൂടിയും സൂക്ഷ്മതയോടുകൂടിയും സമൂഹത്തിൽ ഇടപെടുക. കുട്കയും പാനും പാക്കറ്റിലാക്കി വിൽക്കുമ്പോൾ പ്രൊമോട്ട് ചെയ്യുന്ന പാൻ ഇന്ത്യൻ സ്റ്റാറുകളും പണം വാങ്ങിച്ച് അന്ധവിശ്വാസം പ്രൊമോട്ട് ചെയ്യുന്ന പാവപ്പെട്ട സ്റ്റാറുകളും ഒക്കെ ഒരു പടത്തിന്റെ അല്ല അങ്ങോട്ട് സെറ്റായില്ല. ഓക്കെ, അവസാനമായി ഇന്ത്യയുടെ കിങ് ഖാൻ പണം വാങ്ങി പെപ്സിയും കോളയും പോലത്തെ ഇതുള്ള പാനീയങ്ങൾ പ്രൊമോട്ട് ചെയ്യുമ്പോൾ അത് സമൂഹത്തിന് കൊടുക്കുന്ന സന്ദേശം എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി is that people like you should not identify with and advertise soft drinks. He says soft drinks are bad. Children see you and start drinking it themselves, and he appealed to you. If you think cold drinks are bad, do not let them. If it's poisoning our people, do not let it be made. And see, my logic is you are not stopping it because it gives you a revenue. Let's be honest about it. You're not stopping certain products if you think they're harmful, but they're revenue to the government. Don't stop my revenue. അദ്ദേഹം ആർട്ടിസ്റ്റ് ആണത്രേ, അത് അദ്ദേഹത്തിന്റെ ജോലിയാണത്രേ. ഇത്തരം കമ്പനികൾ ഇന്ത്യയിൽ ലീഗലായി പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റാണെന്ന് ഗവൺമെന്റിന് തോന്നിയാൽ അത് അവർ ആദ്യം നിരോധിക്കട്ടെ എന്ന്. ശരിയാണ്, ആസ്ട്രോ ടോക്ക് ഒക്കെ ഇവിടെ ലീഗലായി പ്രവർത്തിക്കുന്ന ആപ്പാണ്. അതിനൊന്നും നമുക്ക് യാതൊരു എതിർപ്പുമില്ല. നോക്കൂ, ഒരു സാധനം ലീഗലായതുകൊണ്ട്, ഇന്ത്യയിൽ അനുമതി ഉള്ളത് കൊണ്ട് അവയൊന്നും നമുക്ക് നല്ലതാകണമെന്നില്ല. മദ്യവും സിഗരറ്റും കൊക്കോളയും പെപ്സിയും കാശ് കൊടുത്താൽ കിട്ടുന്ന അങ്ങനെ എന്തെല്ലാം ഇവിടെ ലീഗലാണ്. സോ ഈ ഷാറുഖ് ഖാനോട് എനിക്ക് ചോദിക്കാനുള്ളത്, ഇനിയും എത്ര പൈസയാണ് ഉണ്ടാക്കേണ്ടത്? ഇനിയും എത്ര സാലറിയാണ് നിങ്ങൾക്കൊക്കെ വാങ്ങേണ്ടത്? ലിറ്ററലി എ ബില്യണയർ ബട്ട് സ്റ്റിൽ ഡസ് ഗുഡ്ക പരസ്യം. സിമിലർലി ആവശ്യത്തിന് ആഡംബരമായി ജീവിക്കാനുള്ള വരുമാനം ഉണ്ടെങ്കിലും അന്ധവിശ്വാസവും അനാവശ്യ ആപ്പുകളും പ്രൊമോട്ട് ചെയ്ത് സമൂഹത്തെ പടുകുഴിയിലേക്ക് തള്ളിയിട്ട് അന്ധവിശ്വാസം പ്രൊമോട്ട് ചെയ്ത് സമ്പന്നരാകാതിരിക്കാൻ ശ്രമിക്കൂ. ഹാവിംഗ് സെഡ് ദാറ്റ്, അതിനുള്ള എല്ലാ അവകാശവും ഈ രാജ്യത്തുണ്ട്. അതുപോലെ ഇത്തരം കാര്യങ്ങൾ കണ്ടാൽ സയന്റിഫിക് ടെമ്പറുള്ള എന്നെ പോലെയുള്ള കുറച്ച് പേരെങ്കിലും ഇതൊക്കെ വിമർശിക്കും. ശാസ്ത്രം മുന്നോട്ട്, എന്റെ സേവിങ്സ് പിന്നോട്ട്, ഈ സിനിമാക്കാർ ഇത് എങ്ങോട്ട്? അപ്പോൾ ശരി ഗൈസ്, കാണാം നമുക്ക് ഇനിയും മറ്റൊരു നല്ല വീഡിയോയുമായി. അപ്പോൾ എല്ലാം പറഞ്ഞ പോലെ നമ്മൾ ഇനിയും കാണും. Thanks. Love you.